കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ലാലേട്ടൻ ഷാനവാസിനെ എയറിലോട്ട് പറത്തി വിടുന്നത് അല്ലേ. അപ്പം കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകുന്ന വെച്ചാൽ ഷാനവാസ് എല്ലാവരും എടി പൊടി എന്ന് വിളിക്കുന്നതും പിന്നെ സീക്രട്ട് ടാസ്ക് പൊളിച്ചതുമാണ്. പൊളിച്ചത് മാത്രമല്ല, ഈ പെൺകുട്ടികളോടുള്ള ആ ഒരു പാസം കാരണം നമ്മുടെ ഷാനവാസ് ഇപ്പോൾ ഗെയിമിലെല്ലാം പുറകോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഒരാൾ പ്രധാനമായിട്ടും വഴക്ക് പറയുന്ന അയാൾ അടുത്ത ആഴ്ച മുതൽ നന്നാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ആഴ്ചത്തെ ലാലേട്ടൻ ഷാനവാസിനെ വഴക്ക് പറഞ്ഞ് ഭയങ്കരമായിട്ട് കൂടിപ്പോയെന്ന് ഓരോ ഷാനവാസ് ഫാൻസിനും തോന്നുന്നുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടുപേരെ തനി നിറം മനസ്സിലായിട്ടുണ്ട്. അവർ ഒരാളാണോ രണ്ടുപേരാണോ, ആദില നൂറ. അവർ അന്നത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. അവർ മാറിയിരുന്ന ആദില പറയുന്നുണ്ട്, ഞാനിനി ആങ്ങള പെങ്ങൾ അങ്ങനെയുള്ള ബന്ധമൊന്നും നോക്കുന്നില്ല, ഇവിടെ ബന്ധമൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അത് ശരിയല്ല, മറിച്ചാണ് ഞാൻ വിടുവാണ് ബന്ധം, ഇനി നൂറയുടെ ഇഷ്ടം പോലെ കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു കാര്യം അവർക്ക് സ്വിച്ച് ഇട്ടതുപോലെ ഉണ്ടായുള്ളൊരു മാറ്റമൊന്നുമല്ല. കാരണം പുറത്ത് ഷാനവാസിന് നല്ല നെഗറ്റീവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൂടി തന്നെയാണ് ആദില നൂറ ഇങ്ങനൊരു കാല് മാറ്റം നടത്തിയത്. ഇന്നലത്തെ എപ്പിസോഡിൽ അവർ തമ്മിൽ നല്ല വഴക്കായിരുന്നു. ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എങ്ങനെയായിരിക്കും അവരുടെ പെങ്ങളുട്ടി പാസവും സിസ്റ്റർ ബ്രദർ ബോണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാമല്ലോ കേട്ടോ.